ഹായ്, ഇന്നൊരു കുർത്ത തയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ തുണി നമ്മൾ റെഡിമെയ്ഡായിട്ടൊരു ചുരിദാർ മേടിച്ചതിൻ്റെ ഷോളാണേ. നല്ല കോട്ടൻ്റെ തുണിയാണ്. അപ്പോൾ ആ ഷോള് പിള്ളേർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് വെച്ച് മോൾക്ക് ഒരു ചെറിയ കുർത്ത തയ്ക്കാമെന്ന് വിചാരിച്ചു, ജീൻസിനൊക്കെ ഇടുന്നത്. അപ്പോൾ നെക്കിൽ ഇതുപോലെ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. നെക്കിൽ ലേസ് പിടിപ്പിച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇനി ഞാൻ കൈക്ക് നീളം അല്പം കൂട്ടുന്നുണ്ട്. അതിനായിട്ടൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടും കൂടി കുറച്ച് ലേസ് വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കഴുത്തിലും ലേസ് ഉള്ളത് കൊണ്ട് കയ്യിലും കൂടി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൈയുടെ ചള്ളു വശത്ത് നീളം കൂട്ടാനുള്ള പടിയുടെ നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ അടിക്കേണ്ടത്. അങ്ങനെ ആദ്യം അടിച്ചെടുക്കുന്നു. അതിനുശേഷം അത് തിരിച്ച് മടക്കി അടിക്കുമ്പോഴാണ് നമ്മളവിടെ ലേസ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ലേസ് ആ അടിച്ച തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ലേസിന് എത്ര വീതി വേണം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പാകത്തിന് നമുക്ക് ഇതുപോലെ മടക്കി അതിലോട്ട് ചേർത്തടിച്ചാൽ മതി. ആദ്യം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ലേസിൻ്റെ വീതി അനുസരിച്ച് നമുക്ക് വേണ്ട വീതി അനുസരിച്ച് അടിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വെള്ള ഡിസൈൻ ഒത്തിരി ഉള്ളത് കൊണ്ട് ലേസ് വെച്ചാലും അത്ര അറിയാനില്ല. അത് തയ്ച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്. എന്നാലും കുഴപ്പമില്ല. നെക്കിൽ വെച്ചതുകൊണ്ട് ഇതും ഇങ്ങനെ അങ്ങ് വെച്ച് എന്നിട്ട് ആ ലേസിൻ്റെ മുകൾ ഭാഗം കൂടി നമ്മളൊന്ന് ചേർത്തടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് കൈയിലും ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിലേക്ക് ബോഡി പീസിലേക്ക് കൈ ചേർത്തടിക്കാം. കൈയുടെ ഒരു വശം അല്പം കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ആ കുഴിച്ച് വെട്ടിയ ഭാഗം നമ്മൾ ബോഡിയുടെ ഫ്രണ്ട് ഭാഗമായിട്ട് എടുക്കും. അപ്പോൾ ഇതുപോലെ കൈയുടെ സെൻറ്റർ ഭാഗം ഷോൾഡറിൽ വെച്ചിട്ട് നമുക്ക് കൈ പിടിപ്പിച്ചെടുക്കാമേ. തയ്ച്ച് കഴിഞ്ഞ് ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ മുട്ടിൻ്റെ തൊട്ട് താഴെ വരെ കൈനീളമുണ്ട്. ഇത് 32 ഇഞ്ച് ചെസ്റ്റ് വണ്ണത്തിൽ തയ്ച്ചിരിക്കുന്നതാണ്. ഒരു 38 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ കുർത്തയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.